ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് വലിയ ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലൊട്ടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത പഴയ ജീൻസൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ നിന്നൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്ലൂ കളർ ജീൻസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പഴയ ജീൻസൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെ കളയൊന്നും വേണ്ട. നമ്മൾ കീറിപ്പോയ ജീൻസൊക്കെ വെറുതെ കളയുമല്ലേ ചെയ്യാറ്. അപ്പോൾ ഇനി അത് കളയൊന്നും വേണ്ട. നമുക്ക് ഇതുപോലത്തെ ബോട്ടിൽ ആർട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആ ജീൻസിൻ്റെ ആ പീസ് ഇതുപോലെ വീതി കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ അധികം വീതിയിലില്ല, ഈ ഒരു വീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എത്രത്തോളം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ചെറിയൊരു ജീൻസിൻ്റെ പീസാണ് എടുത്തത് കൊണ്ട് അധികം നീളത്തിൽ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറേ അധികം പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വലിയ ബോട്ടിലായതുകൊണ്ട് കുറച്ചധികം പീസ് വേണ്ടി വരും. അപ്പോൾ ഇതുപോലത്തെ കുറച്ചധികം പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ബോട്ടിലേക്ക് ഫുള്ളൊന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. അപ്പം ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാനായിട്ട് ഞാൻ ഫെവിക്കോളിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം ബോട്ടിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ള് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് ബോട്ടിൽ വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിരുന്ന ആ ജീൻസിൻ്റെ പീസില്ലേ, അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്കിനി ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് നിന്നാണ് കേട്ടോ ഒട്ടിച്ച് തുടങ്ങുന്നത്. ഇപ്പം മുകളിൽ നിന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്ത ജീൻസിൻ്റെ പീസ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് ബോട്ടിലിന് താഴെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ജീൻസിൻ്റെ ആ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോ പീസില്ലേ അത് ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ചുരുട്ടിയിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ചെറിയൊരു വള്ളി പോലെ നമ്മൾ ഈ ജീൻസിൻ്റെ പീസ് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുമ്പോൾ ജീൻസിൻ്റെ അകത്തും പുറത്തും രണ്ട് കളറാണല്ലോ. അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള കളറും ഇപ്പോൾ ഒരു സൈഡിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ബ്ലൂ ആണല്ലോ കാണാറ്. അപ്പം ഞാൻ ബ്ലൂ ജീൻസ് എടുത്തതുകൊണ്ട് അപ്പോൾ ആ രണ്ട് കളറും നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുമ്പോൾ അപ്പം അതിങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് ബ്ലൂ ആയിട്ട് കാണുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ജീൻസിൻ്റെ പീസ് ഫുള്ളായിട്ട് ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ജീൻസിൻ്റെ ആ ഒരു പീസ് ആയതുകൊണ്ട് പുറത്ത് ചെറിയ നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൽ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ കുറച്ച് ഫ്ലവറും കൂടെ ഉണ്ടാക്കി ഒട്ടിക്കുന്നുണ്ട്. അപ്പം ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ എഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ റൗണ്ടിലൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലവറിന് എത്രത്തോളം വലുപ്പം വേണം ആ ഒരു വലുപ്പത്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഫ്ലവറിൻ്റെ ഇതളുകളായിട്ട് ഇതുപോലെ ഓരോരോ പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ആദ്യം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മുടെ ഫ്ലവറിൻ്റെ ആ ഓരോ ഇതളിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ കുറച്ച് ഫ്ലവർ കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഫ്ലവറിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര ഫ്ലവർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര ഫ്ലവറാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കിയ ഫ്ലവറിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് കളർഫുള്ളാക്കി എടുക്കാം. ഞാൻ ഫ്ലവറിന് റെഡ് കളറാണ് കൊടുക്കുന്നത് കേട്ടോ. ബ്ലൂ ജീൻസായി എടുത്തത് കൊണ്ട്
ബ്ലൂവിൽ റെഡ് കളർ വരുമ്പം കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡ് കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഫ്ലവറിൻ്റെ അകത്ത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത ശേഷം ഫ്ലവറിൻ്റെ പുറത്തും ഇതുപോലെ കുറച്ച് ഭാഗത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ പെയിൻറ്റ് ചെയ്ത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ ബാക്കി ഉണ്ടാക്കിയെടുത്ത എല്ലാ ഫ്ലവറിനും പെയിൻറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവറൊക്കെ ഒന്ന് ബോട്ടിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവറൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പം ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഇതുപോലെ താഴേക്ക് വരുന്ന രീതിയിലാണ് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തോ അല്ലെങ്കിൽ സൈഡിലോ ഒക്കെ ആയിട്ട് ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഫ്ലവർ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ചെറിയൊരു ബീഡ്സും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സിൽവർ കളറുള്ള ബീഡ്സാണ് കേട്ടോ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ബീഡ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാണാനായിട്ട് ഒരു ലുക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ ഫ്ലവറിന് ഫുള്ള് റെഡ് കളർ കൊടുത്തുകൊണ്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടന്നപ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഒരു ബീഡ്സ് ഒന്ന് വെച്ച് നോക്കിയപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തത്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും ഇപ്പം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.